ഹലോ, അപ്പം നമ്മൾ പല്ലുപറിയുടെ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ പല്ല് പറിക്കാനൊക്കെ പോയെന്ന്. അപ്പം അതേ ഞങ്ങൾ അന്ന് പോയി ഡോക്ടറെ കാണാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലിന് ഒരു ചെറിയ പോടുണ്ടായിരുന്നു. ഒരു റെമ്പൂട്ടാൻ എടുത്ത് കടിച്ചപ്പോഴത്തേന് ആ പൂട് അത് അള്ളയായിരുന്നു. അപ്പത്തേനും ആ പല്ല് മൊത്തം ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, വായിക്കാതെ സൈഡിലത്തെ അണപ്പല്ലാണ് ഫുൾ ഒടിഞ്ഞു പോയേക്കുവാണ്. അപ്പോൾ കുഞ്ഞിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ സങ്കടത്തിലിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പല്ലൊക്കെ കാണിച്ചു. ഡോക്ടറെ ഫസ്റ്റിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഫുള്ള് പോയിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുത്ത് കളയാനായിരിക്കും നല്ലത്, എന്തായാലും കുഞ്ഞുങ്ങൾക്ക് അത് കിളിച്ചു വരുന്നതല്ലേന്ന്. അപ്പം പിന്നെ നമ്മളിതേ പല്ലൊക്കെ പറിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് അവർ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടാനത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഈ ഹോസ്പിറ്റലുള്ളത്. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ് കേട്ടോ. ഗവൺമെന്റിന്റെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്, പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പം അതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അവർക്ക് പേടിയാണ്, എന്തുവാന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എക്സ്റേ എടുക്കാൻ ടൈമൊക്കെ കഴിഞ്ഞു. എന്നാലും അവർ ഞങ്ങളുടെ എടുത്ത് തന്നു കേട്ടോ. 12:30 വരെ ഉള്ളായിരുന്നു എക്സ്റേ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ കണ്ടില്ലേ, കുഞ്ഞ് എക്സ്റേ, പല്ലെല്ലാം അതിനകത്ത് നന്നായിട്ട് കാണാം. അപ്പം അതിനകത്തോട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് എടുത്ത് കളയാം. പിന്നെ വേണമെങ്കിൽ അത് കിളിച്ച് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും അതിന് സമ്മതിച്ച്. അപ്പം പിറ്റേ ദിവസം രാവിലെ 8:30 വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്, കൊച്ചു പിള്ളേരൊക്കെ ഈ പല്ലെടുക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ട് കേട്ടോ. അവർക്ക് പ്ലേ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അപ്പൂസ് കുറച്ചു നേരം അതിനകത്തൊക്കെ കയറി കളിക്കുമായിരുന്നു. പിന്നെ വേറെ പിള്ളേരൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് അവർക്കൊരു ചമ്മൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടുപേരും കുറച്ചു നേരം അതിനകത്ത് കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കളിക്കുകയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വന്നു ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ട് നമ്മൾ താഴെ പോയി പൈസ ഒരു 20 രൂപ പേയ്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു. കുട്ടികൾക്കായതുകൊണ്ട് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ ദേ പല്ലൊക്കെ എടുത്തു. പല്ലെടുക്കാൻ നേരം ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ മൊത്തം ഇളക്കി മറിച്ച് ഡോക്ടേഴ്സ് എന്നെയും കൂടെ വിളിച്ച് അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ പല്ലൊക്കെ എടുത്തത്. അവിടെ ഇഞ്ചക്ഷൻ കൊടുത്ത് മരവിപ്പിച്ചതിന് ശേഷമാണ് പല്ലെടുത്തത്. അപ്പൂസിന്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടില്ലേ, എന്തൊരു സന്തോഷമാണെന്ന് നോക്കിക്കേ. അവൾക്ക് കിളിയുടെ പല്ല് പോയതിൻ്റെയാണ്. പക്ഷെ കിളി ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുക കേട്ടോ. എന്തായാലും പല്ല് പോയി അവളുടെ. എന്തായാലും ഇനി കിളിച്ചു വരുമല്ലോ, ആ ഒരു സന്തോഷം നമുക്കുണ്ട്. പുഴുപ്പല്ലങ്ങ് പോയി കിട്ടിയല്ലേ, അല്ലേ അതിൻ്റെ വേദനയും കൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പഞ്ഞി വെച്ച് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഒരു കോട്ടൺ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് മൊത്തം തണുത്ത സാധനങ്ങൾ കൊടുത്താൽ മതി. അതുകൊണ്ട് അവളുമാർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഐസ്ക്രീം ഒക്കെ ഇഷ്ടംപോലെ കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കൊടുത്താൽ മതി, കട്ടിയില്ലാത്ത ആഹാരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു.